ഹലോ ഗായ്സ്, വ്ളോഗിഫൈയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ലെസ്റ്റർ സിറ്റിയുടെ ഒരു വാക്കിംഗ് ടൂറാണ്. മോൾക്ക് ഈ ആഴ്ച ഓട്ടം ഹോളിഡേയ്സ് ആണ്, 1 വീക്ക് ഹോളിഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് കറങ്ങാനിറങ്ങാം, ജസ്റ്റ് നടക്കാനിറങ്ങാം. അപ്പോൾ ആ കൂട്ടത്തിലൊരു വ്ളോഗും കൂടി ആവാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് മിഡീവൽ കാലഘട്ടത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മോണ്യുമെൻറ്റ്സ് ആണ്. ഗിൽഡ്ഹാൾ മ്യൂസിയം, പിന്നെ ലെസ്റ്റർ കാത്തഡ്രൽ. പിന്നെ നമ്മൾ അടുത്ത് കാണുന്നത് കിങ് റിച്ചർഡ് 3യുടെ ഒരു പ്രതിമയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. കിങ് റിച്ചർഡ് 3 ആകെ 2 വർഷം മാത്രമേ കിങ് ഓഫ് ഇംഗ്ലണ്ടായിട്ട് ഭരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ബിൽഡിങ്ങിൻ്റെ മുകളിലും കുറേ മോൺസ്റ്റർ രൂപങ്ങൾ. ഇത് വേറൊന്നുമല്ല, നെക്സ്റ്റ് വീക്ക് ഹാലോവീനാണ്. അതുമായിട്ട് ഉള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഇത് ലെസ്റ്റർ ഫിഷ് മാർക്കറ്റാണ്. ഇവിടെ ഫിഷ് മാത്രമല്ല, ഫിഷ് നമുക്ക് നോൺ വെജ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും, ചിക്കൻ, പോർക്ക്, ബീഫ്, എഗ്ഗ്, ചീസ്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഒരേ സ്ഥലത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളുടെ നാട്ടിൽ നമ്മൾ ഈ ചില്ലുകൂട്ടുകളിൽ ബേക്കറി ഐറ്റംസ് അടുക്കി വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെയാണ് ഇവിടെ മീറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഓൾറെഡി ക്ലീൻഡ് ആണ്. പിന്നെ നമുക്ക് ഏത് സൈസിലാണ് കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ അവർ കട്ട് ചെയ്ത് തരും. ഫിഷ് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്താണ് നമുക്ക് തരുന്നത്. ഇവിടെ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഫിഷിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കയറുന്നതിൻ്റെ ഒരു സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. ഇത് ലെസ്റ്റർ മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് വെജിറ്റബിൾസ് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം നല്ല വില കുറഞ്ഞ് റേറ്റിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് സിറ്റി സെൻറ്ററിലേക്കുള്ള മെയിൻ സെൻറ്ററിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ ഷോപ്സ് എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേൾക്കാം നിങ്ങൾക്ക്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോൾ സിറ്റി സെൻറ്ററിൽ വന്നാലും ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് കേൾക്കുന്നത് ഹിന്ദി പാട്ടുകളാണ്. നമുക്ക് ഈ സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ ഫുഡ്, അവർ കഴിക്കുന്ന രീതി, അവരുടെ വേ ഓഫ് ഇൻട്രാക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ഭയങ്കര എക്സ്പോഷറാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു UK പോലത്തെ രാജ്യത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, പല സംസ്കാരങ്ങൾ പഠിക്കാൻ പറ്റുന്നു, പല കൾച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടുള്ള നോളജ് വരുന്നു. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈഡാണ്. ഇവിടെ വേറൊരു രീതി എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കയ്യിലെടുത്ത് നടക്കാൻ പാടില്ല. നമുക്ക് സ്ട്രോളേഴ്സ് മസ്റ്റാണ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം സ്ട്രോളേഴ്സ് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റൈറ്റ് സൈഡിലൊരു മാജിക് സർക്കസ് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ സീസണലാണ്. ഇപ്പോൾ ഹാലോവീൻ ആയതുകൊണ്ട് കുട്ടികൾക്കുള്ളൊരു പ്ലേ സ്റ്റേഷനും കുറച്ച് റൈഡ്സൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഹാലോവീൻ കഴിയുമ്പോൾ അടുത്ത് ക്രിസ്മസ് ആവും. ക്രിസ്മസിനും നമുക്ക് ഇതിനേക്കാളും അടിപൊളിയായിട്ട് ലൈറ്റ്സും പാർക്കുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും.
ഇതിവിടുത്തെ ഒരു മോളാണ്, ഹൈമാർക്കറ്റ് ഷോപ്പിംഗ് സെൻറ്റർ എന്നാണ് പറയുന്നത്. ഇതാണ് ലെസ്റ്റർ സിറ്റിയുടെ പ്രോപ്പർ സിറ്റി സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് നമുക്ക് ഈ ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാം. അത് വേറൊന്നുമല്ല, നമ്മളെ നാട്ടിൽ പറയുന്ന പോലെ മതപ്രഭാഷണമാണ്. ഇവിടെ സ്ഥിരമായുള്ളൊരു കാഴ്ചയാണ്. എല്ലാ മതവിഭാഗങ്ങളും, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇവിടെ നമുക്ക് മതപ്രഭാഷണങ്ങൾ കേൾക്കാൻ പറ്റും. പല ആൾക്കാരും സംസാരിക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. Go to heaven. You must be good. You must be able to observe some rituals, some religious obligations. Yes. That's why you need to repent now. നേരത്തെ കണ്ട പോലെ തന്നെ ഹാലോവീൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങനെ പല രൂപങ്ങളും പല ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സമയത്ത്. ഈ സിറ്റി സെൻറ്ററിലെ വേറൊരു പതിവ് കാഴ്ചയാണ് ഈ ബലൂൺകാരൻ. ആളുടെ കയ്യിലുള്ള ബലൂൺസ് കണ്ടോ, ഫുൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. കുട്ടികൾ എന്തായാലും വാശി പിടിക്കും. ഞങ്ങളെ മോളും വാശി പിടിച്ചു. അവസാനം ഞങ്ങൾക്കത് വാങ്ങി കൊടുക്കേണ്ടി തന്നെ വന്നു. ഇതാണ് ലെസ്റ്റർ സിറ്റിയുടെ ബസ് സ്റ്റേഷൻ. ഹേമാർക്കറ്റ് ബസ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ലെസ്റ്റർ സിറ്റിക്കുള്ളിൽ എവിടെ ട്രാവൽ ചെയ്യാനുള്ള ബസ്സസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ആകെ ബസ് ചാർജ് ആകുന്നത് £2 മാത്രമാണ് ലെസ്റ്ററിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യാനായിട്ട്. ഇവിടെ പൊതുവേ നമ്മളെ നാട്ടിൽ നിന്നും വേറിട്ടൊരു കാഴ്ചയാണ്. ഇവിടെ നമ്മളെ എല്ലാ ബസ്സുകളും ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. ഇപ്പം നിങ്ങൾക്ക് വരുന്നത് കാണാം. ഇവിടെ പൊതുവെയുള്ള എല്ലാ ബസ്സുകളും ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. അപ്പം നിങ്ങൾക്ക് ഓപ്പോസിറ്റിൽ പ്രൈമാർക്ക് എന്നൊരു ബോർഡ് കാണാം. അതാണ് ലെസ്റ്ററിലെ വേണമെങ്കിൽ നമുക്ക് രാമേന്ദ്രൻസോ അല്ലെങ്കിൽ എലൈറ്റ് ഫാഷൻ ഫാബ്രിക്സ് എന്നോ പറയാം. വളരെ ചീപ്പായിട്ടും അഫോർഡബിളായിട്ടും എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഈ തുണിക്കടയിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം വാക്കിംഗ് ടൂറിൻ്റെ അവസാന ഘട്ടമാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ലോയിഡ്സിൻ്റെ ബാങ്ക് കാണാം. പിന്നെ ഈ പോകുന്ന വഴിയിലും കുറേ കഫേസും സ്റ്റോഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓപ്പോസിറ്റിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. പല വെറൈറ്റി റെസ്റ്റോറൻറ്റ്സ്, വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റ്സ്, ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ വഴിയിൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാനായിട്ട് ഇരിപ്പിടം കാണാം. ഇത് ഇവിടുത്തെ ഒരു സ്ഥിര കാഴ്ചയാണ്. ഇപ്പം ഊബർ ഓടുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ എന്തിനെങ്കിലൊക്കെ നമുക്ക് ഈ സ്ഥലം ഉപയോഗിക്കുന്നതാണ്. പിന്നെ റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു കാഴ്ചയാണ് ഈ ഡിസ്പ്ലേ ബോർഡ്സ്. ഈ ഡിസ്പ്ലേ ബോർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പരസ്യം മാത്രമല്ല. നമുക്ക് ആ ഡിസ്പ്ലേ ബോർഡിൻ്റെ സൈഡിൽ ചാർജിങ് സോക്കറ്റ് ഉണ്ടായിരിക്കും. ഇൻ കേസ് ഫോണിൻ്റെ ചാർജോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡിവൈസസിൻ്റെ ചാർജോ എന്തെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേ ബോർഡിൻ്റെ സൈഡിലുള്ള സോക്കറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റിൽ KFCയുടെ ഒരു ഔട്ട്ലെറ്റ് കാണാം. KFC കഴിക്കാനുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ ഈ ഔട്ട്ലെറ്റിൽ കയറി. നാട്ടിൽ KFC കഴിച്ച പരിചയം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഒരു രുചിയില്ലാത്ത ബോയിൽഡ് ചിക്കൻ എന്ന് പറയാം, സ്പൈസസ് ഒന്നും ഇല്ലാത്ത.
ഇവിടെ വേറൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് റോഡ് സൈഡിൽ കാണാം, സൈക്കിൾ സെക്യൂർ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിങ്ങനെ സൈക്കിൾ സെക്യൂർ ചെയ്യാനായിട്ട് കുറേ ഇങ്ങനത്തെ ഒരു പാനൽസ് കാണാൻ പറ്റും റോഡ് സൈഡിൽ. ശരിക്കും ഇവിടെ സൈക്കിൾ മോഷണം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടൊരു ലോക്കും കീയും വേണം, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും സൈക്കിൾ കാണാനുണ്ടാവും. ലെസ്റ്റർ സിറ്റിയുടെ വാക്കിംഗ് ടൂർ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടത് നിങ്ങൾ ലെസ്റ്റർ സിറ്റി സെൻറ്ററിൻ്റെ മാത്രം വിശേഷങ്ങളും കാഴ്ചകളുമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾ ലെസ്റ്റർ സിറ്റിയുടെ തന്നെ വേറെ പല ഭാഗങ്ങൾ, വേറെ പല സ്ഥലങ്ങളും അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വേറെ പല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, വീഡിയോ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനലിലുള്ള പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരത്തുള്ളൂ. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.